നല്ല മഴ. ഒരു അമ്പലദർശനമായാലോ? നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഭരണങ്ങാനം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. ഭരണങ്ങാനം എന്നുള്ളത് പണ്ടറിയപ്പെട്ടിരുന്നത് പാരണവിടിയ എന്നായിരുന്നു. ഈ ക്ഷേത്രത്തിന് ഒരു ഐതിഹ്യമുണ്ട്. കോട്ടയം ജില്ലയിലെ ഭരണങ്ങാനം പ്രദേശത്താണ് പ്രശസ്തമായ ഈ ശ്രീകൃഷ്ണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് മാത്രം ഭരണങ്ങാനത്തിന് ദക്ഷിണ ഗുരുവായൂർ എന്ന പേരുമുണ്ട്. പഞ്ചപാണ്ഡവരുമായി ബന്ധപ്പെട്ട ഒരുപാട് പുരാണ ഐതിഹ്യങ്ങളും ഈ അമ്പലവുമായി ബന്ധപ്പെട്ട് പറയപ്പെടുന്നു. ദ്വാപരയുഗത്തിൽ ധർമ്മപുത്രർ പ്രതിഷ്ഠിച്ച ഈ ക്ഷേത്രത്തിലെ കൃഷ്ണാഞ്ജന ശിലയിലുള്ള ചതുർബാഹു വിഗ്രഹത്തിൻ്റെ പ്രാധാന്യം വളരെ ശ്രേഷ്ഠമാണ്. തത്തുല്യമായ വിശിഷ്ട വിഗ്രഹം മറ്റൊരിടത്തുള്ളത് ഗുരുവായൂരിൽ മാത്രമാണ്. 3 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള നിഴൽ വീഴാത്ത ആൽവിളക്കും ബലിക്കൽപുരയുടെ മേൽത്തട്ടിലുള്ള അഷ്ടദിക്പാലകന്മാരുടെ ധാരുശില്പങ്ങളും ഈ ക്ഷേത്രത്തിലെ ചൈതന്യത്തിന് മാറ്റുകൂട്ടുന്നു. എല്ലാ വർഷവും ജനുവരിയിൽ 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഗംഭീര ഉത്സവവും നടത്തപ്പെടുന്നു. അമ്പലത്തിന് സ്വന്തമായി ഗണപതി എന്നൊരു ആനയും അമ്പാടി എന്ന പേരിൽ ഒരു ഗോശാലയും നിലവിലുണ്ട്. ശ്രീകൃഷ്ണനെ കൂടാതെ ഉപദൈവങ്ങളായി ശാസ്താവ്, ഗണപതി, ഭഗവതി, നാഗരാജാവ്, നാഗകന്യക, സർപ്പം തുടങ്ങിയ പ്രതിഷ്ഠകളുമുണ്ട്. ശിശുക്കളായുള്ള സഖിമാരും താനും പശുക്കളെ മേച്ചു നടക്കുമ്പോൾ, വിശക്കുമ്പോൾ വെണ്ണ കവർന്നുണ്ണും കൃഷ്ണൻ അടുത്തു വാ ഉണ്ണി കണി കാണാൻ. ശിശുക്കളായുള്ള സഖിമാരും താനും പശുക്കളെ മേച്ചു നടക്കുമ്പോൾ, വിശക്കുമ്പോൾ വെണ്ണ കവർന്നുണ്ണും കൃഷ്ണൻ അടുത്തു വാ ഉണ്ണി കണി കാണാൻ. കണി കാണും നേരം കമലനേത്രന്റെ നിറമേറും വർണ്ണത്തുകിൽ ചാർത്തി, കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ, അണിഞ്ഞു കാണേണം ഭഗവാനെ, അണിഞ്ഞു കാണേണം ഭഗവാനെ, അണിഞ്ഞു കാണേണം ഭഗവാനെ.